എടോ സാഹചര്യം ഇതായി പോയി. ഇത്തവണെങ്കിലും ഒന്ന് പോയിത്താടോ ഇവിടെ നിന്ന് നീയൊക്കെ. സാറേ, കഴിഞ്ഞ 2-3 കൊല്ലം കൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള 10-15 കൊല്ലവും ഞങ്ങൾ ഇവിടെ കാണും. ഗ്യാസ് കുറ്റി തീർന്നു. ഇനി ഇവിടെ നിന്ന് ആഹാരം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. നമ്മളിവിടെ ആഹാരം കിട്ടാൻ വേണ്ടി കിടക്കണമല്ല, പഠിക്കാനാണെന്ന് മാത്രം പറഞ്ഞാൽ മുട്ടുകാലി തല്ലി ഒടിക്കും ഞാൻ. ഈ പ്രായത്തിൽ നല്ല വിശപ്പാണ് സാറേ. ഈ പ്രായത്തിൽ ഇങ്ങനെ വിശപ്പാണെങ്കിൽ ആയ കാലത്ത് എന്തായിരുന്നോ എന്തോ. സാറേ, ഗ്യാസ് കുറ്റിയുടെ വിടവ് നികത്താൻ നമുക്കൊരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വാങ്ങിച്ചാല. കറണ്ട് ബില്ല് നിന്റെ മനസ്സിലായി. കറണ്ട് ബില്ല് ഇവന്റെ അച്ഛൻ തരുമെന്നല്ലേ സാർ ഉദ്ദേശിച്ച? എന്റെ അച്ഛൻ തരൂല, പക്ഷെ ഇവന്റെ അച്ഛൻ പാളയം പപ്പൻ തരും. അവസാനം ഒരേ ഒരു കുറ്റിയാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ 8 മാസം ഓട്ടിച്ചു. ഒരു കുറ്റി ഗ്യാസ് എങ്ങനെയാണ് 7-8 മാസം ഓട്ടിച്ചത്? അത് ഹോസ്റ്റലില്. മിക്കവാറും ഗ്യാസ് തീരുന്ന സമയത്തെ സാറിന്റെ ഗ്യാസ് ഫില്ല് ചെയ്ത് കാണും. അതൊക്കെ കത്തോ? നീ ഒരു 10-15 ചക്കക്കുരി കഴിച്ചോണ്ട് വാ, കത്തിച്ചു നോക്കാം നമുക്ക്. ഇനി അധിക നാൾ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത്രയും നാൾ നിന്നതേ അത്ഭുതം. അത് പോരെ? തന്റെ ഒക്കെ കഞ്ഞുമുടി മുട്ടും, അതോർത്തോ. സാറേ, ഈ കുറ്റിയൊക്കെ എപ്പോഴാണ് വന്നു തുടങ്ങിയത്? ഐ തിങ്ക് സാരഥി ഗ്യാസ് വന്നത് 1970. ഇനി അതിന്റെ ഹിസ്റ്ററി തപ്പി പോണ്ട. ഇതിനൊക്കെ മുമ്പേ വിറകടുപ്പല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അതിൽ കുക്ക് ചെയ്യാം നമുക്ക്. വിറകൊക്കെ എവിടെ നിന്ന് കിട്ടുമോ? കാട്ടിൽ കയറി വെട്ടണം. കാട്ടിൽ പോയി ആര് വെട്ടും? സാറ് വെട്ടും. ആര് കുക്ക് ചെയ്യും? സാറ് കുക്ക് ചെയ്യും. ആര് കഴിക്കും? നമ്മൾ കഴിക്കും. എല്ലാ ജോലിയും കൂടെ സാർ എങ്ങനെയാണ് ചെയ്യണത്? അത് മോശത്തരല്ലേ? അത് നമ്മൾ ചെയ്തോളാം. ബുദ്ധിമുട്ടാവുമോ? ഏയ്, പക്ഷെ എനിക്കാവും. അതുകൊണ്ട് നീയൊക്കെ വീട്ടിൽ പോയി ഇരുന്നാൽ മതി. ഞാനേ ഇതിനൊക്കെ അറുതി വരുത്തിയിട്ട് നിന്നെയൊക്കെ വിളിച്ചോളാം. ലോകം മുഴുവൻ ഇടിഞ്ഞു വീഴാൻ പോണെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടെ വിട്ട് പോവില്ല. അല്ല, തന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? എല്ലാ കാലവും എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാനാണോ? കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഉദ്ദേശമൊന്നുമില്ല. അതൊക്കെ പുറത്തെ വേറെ അർത്ഥത്തിലാണ് വരണ. അയ്യേ, അതുകൊണ്ട് സാറ് പറ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താനൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാം. വിറകടുപ്പ്. പക്ഷെ നമ്മൾ അതിൽ എന്ത് കുക്ക് ചെയ്യും? ഒരു കുഴിയും കുറച്ച് വിറകുമുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വിഭവമുണ്ട്. എന്താണ്? ചിക്കൻ കുഴിമന്തി. എന്ത് പറഞ്ഞാൽ അവസാനം ഒരു കുഴിമന്തി. കേരളത്തിന്റെ ദേശീയ ഭക്ഷണമല്ലേ ചിക്കൻ കുഴിമന്തി. അപ്പൊ പൊറോട്ട ബീഫൊക്കെ മാറിയാ? ബീഫൊക്കെ സാധു മൃഗമല്ലേടാ, അതിനെ വെട്ടിക്കൊന്ന് കറി വെക്കണമെന്ന് പറഞ്ഞാ. അപ്പൊ കോഴി അടുക്ക 5 വരെ കൊന്ന ക്രിമിനൽസ് ആണല്ല. ഒരു കോപ്പും വേണ്ട, ചാക്കരി കഞ്ഞിയും പയറും. ഉച്ചയ്ക്ക് സ്റ്റാർട്ടറായിട്ടത് മതി. സ്റ്റാർട്ടർ അല്ല, 3 നേരവും കഞ്ഞി തന്നെ. സാറേ, ഈ പ്രായത്തിലൊക്കെ ഒടുക്കത്തെ വിശപ്പാണ്. നിന്റെയൊക്കെ വയറ്റിൽ കൊക്കപ്പുഴ പെറ്റിടക്കണമെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും സർഫ് വാരി കുടിച്ചിട്ട് അടിച്ച് കളയാൻ നോക്ക്. പിന്നെ ഇവിടെയൊക്കെ ആരൊക്കെ നിൽക്കുന്നുള്ള ലിസ്റ്റ് എനിക്ക് ഇപ്പൊ തന്നെ വേണം. എന്നാൽ മാത്രമേ എനിക്ക് ഊതാൻ പറ്റുള്ളൂ. ആർക്കിട്ട്? അടുപ്പിൽ ഊതാൻ. അരി വേവണ്ടേ? സാർ, അച്ഛൻ വിളിച്ചിരുന്നു. രാവിലെ തന്നെ ആരെ വായിന്നടാ തന്തയ്ക്ക് വിളി കേട്ടാ? അതല്ല സാർ, അച്ഛൻ ഫോൺ വിളിച്ചിരുന്നു. ഇല്ലത്തെ വിറക് തീർന്നിരിക്കുന്നു. ഇവിടെ നിന്നൊരു ലോഡ് വിറക് അയക്കട്ടെ അഷ്ടാമൃത? വലിയ ഉപകാരം. ഇല്ലത്തൊരു ആശ്വാസമാവുമേ. PTDC കൊറിയർ വഴി അയച്ചു കൊടുക്കാം. കൊറിയറൊക്കെ അയച്ചാൽ കുറച്ച് നാൾ എടുക്കില്ല അങ്ങെത്താൻ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ഗുഡ്സ് ആയിട്ടോ പറഞ്ഞു വിടാം. എന്ത് പറയുന്നു? പെട്ടെന്ന് എത്തോ ഇവിടെ? ഉചിതം. അച്ഛന് ചുള്ളിക്കമ്പൊന്നും പറ്റില്ല. നല്ല ഒന്നാന്തര ഈത്തിയുടെ തടിയോ തേക്കിന്റെ തടിയോ തന്നെ വേണം ഉറുമ്പരിക്കാൻ, അല്ല അടുപ്പരിക്കാൻ. ഈ തടി രക്തചന്ദനമായാൽ കുഴപ്പമുണ്ടോ അടപ്രഥമ? ഇല്ലത്തെ പാരമ്പര്യം അതാണല്ലോ. മോനെ ഇഷ്ടു, നിനക്ക് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? നോ സാർ, നോ. ഇനി ചെയ്യണ്ടെങ്കിലേ കയറിപ്പടയകത്ത്. അവന്റെ ഇല്ലം. സാർ വേണ്ട, ഇല്ലത്തെ തൊട്ട് കളിക്കണ്ട. എന്റെ അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ 10 കൂട്ടം പായസവും സദ്യയും വിളമ്പോയിരിക്കും. അതെ, ശങ്കരൻ കൃഷ്ണൻ, എന്തുകൊണ്ടും നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളുന്നു. താങ്ക് യു സാർ. എന്തിനാണ്? കാരണം നിങ്ങളെക്കാളും 10 ടൈംസ് ദുരന്തമാണവൻ. ഇവനെ അകറ്റി നിർത്തണം. നിന്റെ കൂടെ വേറൊരു ദുരന്തം ഉണ്ടായിരുന്നില്ല, അവൻ എവിടെ പോയി? പാർത്തു ദുരന്തർ കാണാൻ പോയിരിക്കുന്നു. അവൻ അത് തന്നെ പറ്റിയത്. സാറേ, ഊതണ്ടേ നമുക്ക്? ഫ്ലൂട്ട് ഉണ്ട്, എടുക്കട്ടെ? അല്ല, അടുപ്പിൽ ഊതണ്ടേ? സമയമായി. എന്നെ ഊതിക്കാൻ കാത്തിരിക്കുകയാണല്ലേ നിങ്ങൾ? സാർ, ഇല്ലത്തെ എന്ത് വിളിച്ച് പറയട്ടെ? 2 തെറി വിളിച്ചു പറയടോ, അല്ല ഞാൻ എന്ത് പറയാ? സാറ് പോയി ഊതാൻ നോക്കിക്കാണ്. ഇവൻ പോയി വേറെ വല്ല പണിയും നോക്കട്ടെ. പിന്നെ നമ്മൾ കുളിച്ചിട്ട് വരുമ്പോ സാറ് കഞ്ഞി റെഡിയാക്കി വെക്കണേ, മറക്കല്ലേ? ശരി തമ്പ്രാക്കന്മാരെ. കൃഷ്ണൻ, ശങ്കരൻ, അച്ഛനെ ഇങ്ങോട്ട് താമസമാക്കാൻ പറയട്ടെ. അടപ്രഥമ, ഇവിടെ ഗ്യാസ് ഊറ്റി വിറകൊന്നും ഇല്ലാതെ കഞ്ഞി ഉണ്ടാക്കാൻ പെടാപ്പാട് പെടയും. അതിൻ്റെ ഇടയിൽ നിന്റെ അച്ഛനൂടെ വന്ന 10 കൂട്ടം കറിയുള്ള സദ്യ ഉണ്ടാക്കാൻ പുള്ളിക്കാരൻ പറയും. അതുകൊണ്ട് ഒരു 10-15 ദിവസം ഇല്ലവും അച്ഛനും ഇല്ലാന്ന് വിചാരിക്കുക. പക്ഷെ ഇല്ലത്തെ പാരമ്പര്യം അതല്ല. എന്നാ പിന്നെ നിന്റെ ഇല്ലത്തെ പാരമ്പര്യം 3 നേരം പുഴുങ്ങി തിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവനെ കയറി അടിക്കട്ടാണ് ഞാൻ. അടിച്ചാൽ തിരിച്ചടിക്കും.
ഈ അടുപ്പെന്താ കത്താത്തെ? ഈശ്വര, ഞാനെന്താ നന്ദന സിനിമയിലെ ബാലമണിയോ? എന്റെ കൃഷ്ണ. സാറേ കഞ്ഞ ഇതേത് കൃഷ്ണൻ? കൃഷ്ണ കഞ്ഞി ആയിട്ടില്ല, ആദ്യം അടുപ്പൊന്ന് കത്തട്ടെ. സാറേ പിന്നെ ഭയങ്കര ചൂട്. അതിന് ഒരു എയർ കണ്ടീഷണർ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എടോ, ഞാൻ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയൂ സാർ. തന്റെ ഒക്കെ പേര് തന്റെ റേഷൻ കടയിൽ നിന്ന് വെട്ടിയിട്ട് എന്റെ റേഷൻ കാർഡ് ഉണ്ടാക്കട്ടാ. വീട്ടിൽ ചോദിച്ചിട്ട് പറഞ്ഞാ പോരെ? എടോ, താനൊക്കെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു ഹോസ്റ്റലാണ്, ഞാനൊരു അധ്യാപകനും. പക്ഷെ ഇത് നമുക്കൊരു ഹോട്ടലും സാർ ഒരു കുശിനിക്കാരനുമാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. അഷ്ടാമൃത, അരി കഴുകിയോട്ടോ? സാർ അരി സോപ്പിട്ട് കഴുകിയാൽ മതിയോ? എന്നാ പിന്നെ കുറച്ച് ഷാമ്പുവും കൂടെ ഇട്ട് കഴിവിടോ. എല്ലാരും കഴിച്ചു കഴിയുമ്പോഴേ എല്ലാത്തിന്റെ മൂട്ടിൽ നിന്ന് കുമിള വരും. എന്നാൽ എണ്ണ തേച്ച് ഷാമ്പു ഇട്ട് കഴുകാം. അടപ്രഥമ, എന്താടാ അരിക്ക് താരനുണ്ടോ? കഴിക്കുന്ന ഭക്ഷണമല്ലേ, അപ്പോൾ വൃത്തി വേണ്ടേ? എങ്കിൽ ചവിരി വെച്ച് ഉരച്ച് കഴിവിടോ താൻ. അവസാനം വൃത്തിയില്ലാന്നും പറഞ്ഞ് എന്റെ മെക്കെട്ടെങ്ങാനും കേറാൻ വന്നാലാണ് ഐ വിൽ ഷോ യു. ഇവരെന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇവര് വീട്ടുകാരത്ത് ചോദിക്കാൻ പറ്റില്ല, ഇവരെക്കാൾ കഷ്ടം. സാറേ നമ്മൾ പറഞ്ഞ എ സി എല്ലാം മറിച്ച് ടി സി തന്നുവിടും ഞാൻ. നീ ചൂട് തടയാൻ നമ്മളെന്ത് ചെയ്യും? താനൊക്കെ എന്റെ പറം കണ്ടോ? സാറപ്പോഴും ഈ ഗ്യാപ്പിൽ പോയി കുളിച്ചത്? കുളിച്ചു, വിയർത്ത് കുളിച്ചു. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്ന ഇൻഡക്ഷൻ കുക്കറ, ഓവണ, എയർ ഫ്രയറാ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞ കേൾക്കൂലല്ല. എങ്ങനെ കേൾക്കും? പ്രായം അതല്ലേ. കിണകളിൽ നിന്ന് കൊണയടിക്കാതെ പുറത്തു പോയി കുറച്ച് വിറക് സംഘടിപ്പിച്ചോണ്ട് വാ. അതും നമ്മൾ ചെയ്യണോ? അങ്ങനെ പറയാൻ നിങ്ങൾ എന്തു ചെയ്തു? വെട്ടത്തോടെ ഇരിക്കുന്നു. എന്നെ വെട്ടാനായിരിക്കും. അല്ല, വിറവ് വെട്ടാൻ. ദാ മൂർച്ച ഉണ്ടാ? വെട്ടി നോക്കണം. എങ്കിൽ കഴുത്ത് കാണിച്ച. സർ, അരി സോപ്പിട്ട് കഴുകി പത പോകുന്നില്ല. വേറെ അരിയുണ്ടോ? ഉണ്ട്, പക്ഷെ അത് വേവൂല. അതേതരി? ബസുമതിയാണോ? സാറിനിപ്പോ പഴയതുപോലെ നമ്മളടുത്ത് സ്നേഹമൊന്നും ഇല്ല. ഇനിയിപ്പോ നമ്മൾ സാറിനൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഏയ്, പുള്ളിക്കാരുടെ പ്രായം അതല്ലേ, പ്രായത്തിന്റെ കഴപ്പ്. പിന്നെ സാറിന്റെ കാലശേഷം ഈ സ്കൂളും പെരേഡവും ആരെ പേരിലായിരിക്കും സാർ എഴുതി വെക്കണം? സാറിനെ തീർക്കാൻ വേണ്ടിയൊന്നും അല്ല. തീർക്കാനാണെങ്കിൽ ഞാൻ കൂട്ടുന്നേനെ. സാറ് പോയാലും നമുക്കിവിടെ താമസിക്കണ്ടേ? അപ്പൊ ആരെന്നറിഞ്ഞാ സോപ്പിട്ടിപ്പഴേ വെച്ചേക്കല്ലേ. അതെ, എന്തായാലും നമ്മൾ വലുതാകുമ്പോ സാറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ നമ്മൾ വലുതാകുമ്പോ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രായപരിധി എത്ര ആയിരിക്കണം? ഒരു 40-45 വയസ്സാകുമ്പോ. അത് ഉചിതം. പിന്നെ നമുക്ക് വിറവെടുക്കണ്ടേ? എവിടെ കയറി വെട്ടോടെ? കാടല്ലേടാ കിടക്കണ, കയറി വെട്ടാടാ. അതൊക്കെ ഭയങ്കര പാട്. നമുക്ക് ഏതെങ്കിലും വീട്ടിൽ കയറിയേ ചോദിക്കാൻ എടുക്കാം. മതി, എങ്ങനെയായാലും വിറവ് കിട്ടിയാ പോരെ. സാർ ഇങ്ങനെ ഇരുന്ന് കഴുകുന്നത് കാണുമ്പോൾ പണ്ട് ഞങ്ങളുടെ ഇല്ലത്തുണ്ടായിരുന്ന ജാനു ചേച്ചി ഓർമ്മ വരുന്നു. അതേ ഇരുത്തം, അതേ കഴുകക്കം. സാർ എങ്ങനെയാണ് ഈ കഴുകാനും വെക്കാനും ഒക്കെ പഠിച്ചത്? 25 years of experience. ഏത് ഹോട്ടലിലായിരുന്നു? സിംസും ഹോട്ടൽ. എടോ, ജീവിതം പഠിപ്പിച്ചത്. എല്ലാ കാലത്തും നമുക്കൊരു കൂട്ടിനായിട്ട് ആള് കാണൂലല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കാൻ നമ്മൾ പഠിക്കണ്ടേ? വൈഫൈയുടെ കൂടെ പോയി സാർ. വൈഫ് എങ്ങോട്ടും പോയില്ലടോ. നമ്മൾ ഒറ്റയ്ക്കായാലും ജീവിക്കണ്ടേ, അതാണ് ഉദ്ദേശിച്ചത്. കൂട്ടായിട്ട് സാറിന്റെ കൂടെ എന്നും ഞാൻ കാണും. അയ്യോ, എനിക്ക് കൂട്ടൊന്നും വേണ്ട. ഇതുപോലെ കൂട്ടായിട്ട് വന്നതാണ് ശങ്കരനും കൃഷ്ണനും. അവസാനം എനിക്കൊരു ഒഴിയാബാധയായി മാറി. ഇനി ഒരു ഒഴിയാബാധയെ എനിക്ക് താങ്ങാൻ പറ്റൂല. സാറേ, ദുരന്തര സിനിമ സൂപ്പറാണ് കേട്ടാ. ആണ്. പാർത്തു, why are you late? 4 മണിക്കൂറുള്ള സിനിമ 2 മണിക്കൂർ കൊണ്ട് കാണാനുള്ള വിദ്യയെന്ന് എനിക്ക് അറിഞ്ഞൂടാ സാറേ. ഇവ ഒരു പേങ്ങൻ തന്നെ. Sir, this boy calling me പേങ്ങൻ. എന്താണ് പാർത്ഥസാരഥി, പോങ്ങനെ പേങ്ങൻ എന്നാണ് വിളിക്കുന്നത്? സാർ ചിരിക്കണ്ട, ഇന്ന് കഴിക്കാൻ കഞ്ഞിയും പയറും വേണം. അപ്പൊ സാറേ, എനിക്ക് കഞ്ഞിയും പയറും കഴിച്ചാലേ വാള് വെക്കും. അത് കഴിച്ച് വാള് വെക്കാൻ താൻ സൽസയൊന്നും അല്ലല്ലോ കുടിക്കുന്നത്. എന്റെ അമ്മ എനിക്ക് കഞ്ഞി തന്നൊന്നും വളർത്തിയിട്ടില്ല. എങ്കിൽ തനിക്ക് ഞാൻ 2 പൂരിയും ഉരുളക്കിഴങ്ങും ഉണ്ടാക്കി തരാം. വളി വെക്കുമോ? ഓ സാറേ, അതിന്റെ കൂടെ ചട്നി കൂടെ അരച്ചു തന്നാ സൂപ്പർ ആയിരിക്കും. ചട്നി അരച്ചേ മോന്ത തേച്ചരും ഞാൻ. മര്യാദയ്ക്ക് ഉള്ളതും കഴിച്ച് കിടന്നോളണം, അല്ലെങ്കിൽ വീട്ടിൽ പോകാം. അയ്യേ അയ്യേ, പാർത്ഥസാരഥി ചമ്മിയ ചമ്മിയ. സാർ, ഇവൻ എന്നെ കോക്കിൽ കുത്തുന്നു. എന്തൊക്കെയാടോ ഇത്? മാക്രി, പോങ്ങൻ, പോക്കറി, ഇതൊക്കെ എന്താ കാണിക്കുന്നത്? 2 പേരും അടി കൂടും, അതല്ലേ കാണാൻ രസം. എങ്കിൽ നമുക്ക് അടി കൂടാ. അടിക്കും ഞാടാ നിന്നെ ഞാൻ. ഇതെന്തോന്ന് കൈകൊട്ടി കളിയാ?
ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാനേ എനിക്ക് വയ്യ, ഞാൻ വീട്ടിൽ പോണു. വീട്ടിൽ പോയിട്ട് എന്തരി ദശാവതാര ശ്യാമള നാടകത്തിലെ കറക്റ്റം വലിക്കാൻ പോണ നീ? അല്ലടാ, പാളയം പപ്പന്റെ പാളയം തോളം പഴം ഉരിക്കാൻ പോണു. ഇവിടെ ദശാവതാരം കഴിവേറി. എടാ പാളയം കഴിവേറി. ശങ്കര എന്തരടാ? അടുപ്പും കത്തണില്ല. ശരി, എനിക്ക് പെട്രോൾ കിട്ടി, എടുത്തോണ്ട് വരട്ടെ. പെട്രോളോ? അതെനിക്ക് എവിടെ നിന്ന് കിട്ടി? സാറിന്റെ വണ്ടിയിൽ നിന്ന് തന്നെ ഇവൻ ഊറ്റിയെടുത്തത്. വായി കൂടെ ഊറ്റിയെടുത്തപ്പോഴേ ഇവന്റെ വായിൽ കുറെ അങ്ങ് പോയി പെട്രോള്. ടേസ്റ്റ് ഉണ്ടായിരുന്നാടാ? ഇല്ല, ഉണ്ട്. എടോ, അതൊക്കെ വെച്ച് കത്തിച്ചാലേ ആളിക്കത്തും. ആളിക്കത്താനല്ലേ സാർ നമ്മൾ നോക്കുന്നത്? താനൊക്കെ കാണാപ്പാടം പഠിച്ചാണല്ലേ പരീക്ഷ എഴുതുന്നത്? നോ സാർ, അങ്ങനെ തോന്നിയോ? ഒട്ടും തോന്നിയില്ല. പാർത്ഥസാരഥി, താൻ എന്താ അവിടെ കാണിച്ചു കൂട്ടുന്നേ? അരി തുടച്ച് വൃത്തിയാക്കി വെക്കാണ്. എനിക്ക് കുറച്ച് കുട്ടിക്കൂറ പൗഡർ കുട്ടിയുടുപ്പിട്ട് അരിക്കലത്തിലോട്ട് ആക്ക്. കുട്ടിക്കൂറ ഇല്ല, യാടിലും ഉണ്ട്, എടുക്കട്ടാ? നീയൊക്കെ ഒരു കാര്യം ചെയ്യ്, ഞാനേ കയറി അടുപ്പിലിരിക്കാം, എന്നെ കത്തിക്ക്. അങ്ങനെ പറയില്ല സാർ. സാറിന് അടുപ്പിൽ വെച്ചാൽ കഞ്ഞി വെക്കാനുള്ള കല്യം എവിടെ വെക്കും? വിറകെടുക്കാൻ പോയമാര് എവിടെ പോയാന്തോ. അവന്മാരെ ആരെങ്കിലും വെട്ടിക്കേറി പൊളന്ന് കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ദിവസം അവധി കിട്ടില്ലേ സാരഥി? കിട്ടും. എനിക്ക് ഫിസിക്സിന്റെ 3 ചാപ്റ്റർ കവർ ചെയ്യാനുണ്ടായിരുന്നു. എനിക്കും. എനിക്ക് സ്കൂൾ തുടങ്ങണതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന? സാർ, നമ്മളെത്തി സാർ. വിറക് കിട്ടിയാടോ? അതിനേക്കാളും വില പിടിപ്പുള്ള ഒന്ന് കിട്ടി സാർ. വില പിടിപ്പെന്ന് പറയുമ്പോൾ ആരെങ്കിലും സ്വർണം ഓടിച്ചോട്ട് വന്നോ? അതിനേക്കാളും വില മതിക്കുന്ന സരിത ഗ്യാസ്. ബ്രില്യൻസ്, ബ്രില്യൻസ്, യു ഡിഡ് ഇറ്റ്, യു ഡിഡ് ഇറ്റ്. കണ്ടു പഠിക്കടോ വണ്ടർ വലിയമാരെ. ഞാനില്ലാതെ വേറൊരു ബ്രില്യന്റോ? സാറേ, ഇതിന്റെ സോഴ്സ് ചോദിക്ക്. സോഴ്സ് വിക്കിപീഡിയ. ഇറങ്ങിപ്പോടാ അഴുക്കപ്പയിലേ. എനിക്ക് ഡൗട്ട് ഉണ്ട് സാർ, ഇത് യവന്മാർ രണ്ടും കൂടെ മോട്ടിച്ചതാണോ എന്ന്. അത് നിന്റെ ഇല്ലത്തെ പാരമ്പര്യം. ശങ്കൻ കൃഷ് ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഇത് എവിടെ നിന്ന് കിട്ടി? പറയാം സാർ. നമ്മൾ മാന്യമര്യാദയ്ക്ക് ഒരു വീട്ടിൽ കയറി വിറകം ചുട്ടുക എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരുന്ന ഏതോ ഒരു മാമി നമ്മുടെ കഠിനാധ്വാനം കണ്ടത് കൊണ്ടാണോ എന്ന് അറിയില്ല, അവർ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇങ്ങനെ അധ്വാനിക്കരുത്. മാമിക്ക് വിഷമം പറഞ്ഞു, നിങ്ങൾ വീട്ടിലോട്ട് വാ, ഞാൻ മാമിയുടെ സിലിണ്ടർ എടുത്ത് തരാം. അപ്പൊ ആ സിലിണ്ടറാണ് ഈ സിലിണ്ടർ. കൊള്ളാം, നൈസ് സ്റ്റോറി. ഇനി ഞാൻ വിശ്വസിക്കുന്ന കള്ളം പറയൂ. ഞാൻ പറയാം. ഒരു വീട്ടിൽ കയറി സാറിന്റെ പേര് പറഞ്ഞ് കുറ്റി ചോദിച്ചു, അപ്പൊ തന്നെ അവർ ഇതെടുത്ത് അങ്ങ് തന്നു. അതാണ് ഈ കുറ്റി. സാർ ഉയിര്. ഇപ്പൊ ചെറുതായിട്ട് വിശ്വാസം വരുന്നുണ്ട്. അപ്പൊ പച്ചക്കള്ളം സാറേ, കേട്ടാ തന്നെ അറിഞ്ഞൂടെ? സാറിന്റെ പേര് പറഞ്ഞ കുറ്റിയല്ല, ചെപ്പാ കുറ്റി നോക്കി ഒന്ന് വിട്ടില്ലേ കൊടുക്കണത്. ശങ്കൻ കൃഷ് കട്ടതാണ് സാർ. Sir, they are thieves, collect, give them debar, suspension, dismissal, everything. ഇവനെന്ത് പേര് പിടിച്ച? വെയിറ്റ് ഗൈസ്. നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ ശങ്കരനും കൃഷ്ണനും ചെയ്തത് തെറ്റല്ല. They are 100% innocent. എടാ സാർ, നമുക്ക് കക്കാനുള്ള അനുമതി തന്നടാ. എങ്കിൽ ദിവസം ശീലമാക്കാം. Sir, this is not fair. എവർ ചെയ്തത് കുറ്റകൃത്യമാണ്. സിലിണ്ടർ തിരിച്ചു കൊണ്ടുവയ്ക്കാൻ പറയൂ. Go take cylinder. സിലിണ്ടറെ തിരിച്ചു കൊണ്ടുവയ്ക്കാം, എന്നിട്ട് അടുപ്പിക്കാറ് നീ ഇരുന്ന് ഊത്. സാരഥി ഊതും. ഞാൻ ഊത്തിന്റെ ആളല്ല സാറേ, കൊട്ടിന്റെ ആളാണ്. Anyway, congratulations guys. Plug the cylinder. Fast. Come on. ഓക്കെ സാർ. ശങ്കര പൊക്കടാ. ഗ്യാസ് സെറ്റാക്കി, ഇനി നമുക്ക് കത്തിച്ചു നോക്കാം. I won't eat from the cylinder. I also. എന്ത് കത്താത്ത? എന്താടോ കത്താത്തത്? കത്തുന്നില്ല സാർ. എന്താ? കുറ്റിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. ശങ്കരകൃഷ്ണ, ഒരു കാലിക്കുറ്റിയും ഒരു നിറക്കുറ്റിയും എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും? ചുവന്ന് തുടുത്തിരിക്കണ കുറ്റി നിറക്കുറ്റി, കറുത്ത് കരിവാച്ചിരിക്കുന്ന കുറ്റി കാലിക്കുറ്റി. എന്ത് പറ്റി? കാലിക്കുറ്റി എടുത്തോണ്ട് എങ്ങനെയാണ് കത്തണത്? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പെട്രോൾ എടുക്കാം സാർ. എന്റെ ഡീസലും ഉണ്ട്. കത്തിക്കാടോ, എല്ലാം ഒഴിച്ച് കത്തിക്കാം. ഡേ പോയി ഉമ്മ രണ്ടതിനെ പഴയ ബുക്ക് എടുത്തോണ്ടാണ്, അത് കൂട്ടി നമുക്ക് കത്തിക്കാം, കഞ്ഞി ഉണ്ടാക്കാം. ഓക്കെ സാർ, നമ്മൾ പോയി ഇതാ എടുത്തോണ്ട് വരണം. നമ്മൾ ബുക്കും കൂടെ എടുത്തോണ്ട് വരട്ടാ.
അതിന് തനിക്കൊക്കെ ഏത് ബുക്ക്? എന്റെ ബുക്ക് കര കര ഉറക്ക കര പെട്ടെന്ന് എടുത്തോണ്ട് വാടോ. പാർത്തു എന്റെ ബുക്ക് കത്തിച്ച കഞ്ഞിയും പയറിഞ്ഞ കുടിക്കില്ല. എന്നാ നമ്മൾ ഇന്ന് പട്ടിണി ആവോടാ. എങ്കിൽ കഞ്ഞി കുടിക്കും, പയർ കുടിക്കൂല. എന്റെ ബുക്ക് പാർത്തു തിരിച്ചു വായിക്കാ.